കണ്ണുനീർ വാർത്തവനെ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനെ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിന്മനം ബാധറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഈശോമിശിഹായുടെ പവിത്രനാമത്തിൽ എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ, അവിടെ രാത്രിയാണല്ലോ, വന്ദനം പറയുന്നു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ അബ്രഹാം പാസ്റ്റർ, അതേപോലെ സാം ജാക്കോ പാസ്റ്റർ, ഞാൻ അറിയാത്ത ഒത്തിരി പാസ്റ്റർമാർ, ഇന്ന് ഈ അനുഗ്രഹീത ഗോൾഡൻ മിനിറ്റിലേക്ക് ദൈവം എന്നെ നടത്തിയത് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന, എനിക്കൊരു പിതൃസ്ഥാനിയായിരിക്കുന്ന വിവരം ജോർജ് കുട്ടിച്ചാനാണ്. അദ്ദേഹവും ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. എല്ലാവർക്കും, എല്ലാ മാതാപിതാക്കൾക്കും സഹോദരിമാർ എല്ലാവർക്കും ഈശോമിശിഹായുടെ നാമത്തിൽ വന്ദനം പറയുന്നു. വളരെ ചുരുങ്ങിയ സമയമാണ്. പൂർവ്വകാലത്ത് ഞാൻ സാക്ഷ്യം പറയാൻ മാത്രമായി അതിശ്രേഷ്ഠ ദേവദാസന്മാരുടെ കൺവെൻഷൻ സ്റ്റേജുകളിൽ ആദ്യം അവർ വരുന്നത് വരെ ഉള്ള സമയം സാക്ഷ്യം പറയാനുള്ള ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. പിന്നീട് കർത്താവിന്റെ നാക്കിനെ തന്നെ കരങ്ങളിലെടുത്തു. സാക്ഷ്യത്തോടു കൂടി വചനങ്ങളും സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് എന്നെ ഒറ്റയ്ക്ക് ദൈവം സ്റ്റേജുകളിലും കൺവെൻഷൻ സ്റ്റേജുകളിലും ഒക്കെ നിർത്തി. ഈ അനുഭവ സാക്ഷ്യവും വചനവും കൂടി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറയുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. കാരണം അതുപോലത്തെ അനുഭവങ്ങൾ താണ്ടിയാണ് ഞാൻ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. അതെല്ലാം പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ട്. എങ്കിലും ചുരുക്കി പറയുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ കർത്താവ് എനിക്ക് തന്ന ആത്മാവിൽ ഒരുങ്ങിയ വചനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ വാക്യമാണ്. 37-ാമത്തെ വാക്യം. പിതാവ് എനിക്ക് തരുന്നത് ഒക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയും. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നുള്ള ആ വചനം ജീവിതവുമായി ബന്ധപ്പെടുത്തി സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ പ്രിയ കർത്താവദാസൻ അബ്രഹാം മത്തത്തിൽ പറഞ്ഞതുപോലെ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു. തീവ്രവാദ കത്തോലിക്ക കുടുംബം. അതായത് വീട്ടുതോപ്പ്, ചിന്നാറ്, കട്ടപ്പന പ്രദേശങ്ങളിൽ കുടിയേറിയ എൻ്റെ പിതാവ് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കൈവശപ്പെടുത്തുകയും പല സ്ഥലങ്ങളിൽ പള്ളി വെച്ച് ദീർഘവർഷങ്ങൾ അതിൻ്റെ കൈക്കാരനായിരിക്കുകയും ചെയ്തു. അന്ന് അടിമാലിയാണ് അല്പം ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലം. അവിടുന്ന് പല്ലക്കിൽ വൈദികരെ ചുമന്നു കൊണ്ടുവന്ന് ഈ ചിന്നാർ പ്രദേശങ്ങളിൽ വീടുകളിൽ കുർബാനകൾ അർപ്പിച്ച ഒരു കാലഘട്ടം. പിന്നീടാണ് പള്ളി വെച്ചത്. പള്ളി വെക്കാൻ പിതാവിനെ ദൈവം സഹായിച്ചു. അപ്പോൾ അവിടെ വന്ന വൈദികരുടെ ശ്രേഷ്ഠപരമായ ജീവിതം സാധുക്കൾക്ക് വേണ്ടി ജർമ്മനിയിൽ നിന്നും മറ്റും ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരികയും റോഡ് വെട്ടുകയും സ്കൂളുകൾ സ്ഥാപിക്കുകയും അങ്ങനെ അവരുടെ ഒരു ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ആകർഷണമാണ് എന്നെ അൾത്താര ബോയിയായി പിന്നീട് ഒരു വൈദികനായി തീരാനുള്ള ആഗ്രഹത്തിലേക്ക് ദൈവം എന്നെ നടത്തിയത്. ഇംഗ്ലീഷിൽ ഒരു പഴമൊഴി ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്: ദോസ് ഹു ആർ നിയർ ടു ചർച്ച് എവേ ഫ്രം ഗോഡ്. അത് കത്തോലിക്കരെ സംബന്ധിച്ചും പെന്തക്കോസുകാരെ സംബന്ധിച്ചും പരമാർത്ഥമായ ഒരു കാര്യമാണ്. ഈ ആത്മീയ കാര്യങ്ങളോട് ഒരുപാട് അടുത്തിടപഴകുന്നവൻ, ഒത്തിരി അതുമായി പരിചയിച്ചു പോകുന്നവൻ, അർത്ഥമില്ലാതെ അതിനെ പരിചയിക്കുന്ന, പിന്നീട് അതിൻ്റെ അർത്ഥങ്ങൾ നഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിനകത്തൊന്നുമില്ല എന്ന് കണ്ടെത്തുന്ന ഒരു ദുരന്ത സാഹചര്യം ആത്മീയ കുളത്തിൽ എല്ലായിടത്തുമുണ്ട്. അതാണ് എനിക്കും സംഭവിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഭരണങ്ങാനം അസീസി ആശ്രമത്തിൽ പഠിക്കാൻ കടന്നുപോയി. പ്രസംഗം, പ്രീ ഡിഗ്രി പഠിക്കണം, കത്തോലിക്ക ദൈവശാസ്ത്രപരമായ പഠനങ്ങളുണ്ട്, പ്രസംഗശാസ്ത്രങ്ങൾ പഠിക്കണം, അതുപോലെ മറ്റു ഭാഷകൾ പഠിക്കണം. ആ പഠിക്കാനുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് വേദപുസ്തകം തുറക്കാൻ ഒരവസരം ഉണ്ടായത്.
ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ, പുറത്തായിരുന്നെങ്കിൽ, എൻ്റെ അമ്മ വീട് മല്ലപ്പള്ളി എന്ന സ്ഥലമാണ്. പപ്പയുടെ വീട് പുനലൂർ അഞ്ചലാണ്. നാട്ടുപുറത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഈ യാഥാർത്ഥ്യങ്ങൾ കേൾക്കാൻ ഒരു സാഹചര്യവുമില്ല. അങ്ങനെ ഞങ്ങളുടെ വീടുകളിലൊന്നും ഈ യാഥാർത്ഥ്യമായി അന്ന് തെരുവിൽ നിന്ന് സംസാരിക്കുന്ന ആളുകളെ അത്രമാത്രം നികൃഷ്ടതയോടെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്താണ് എന്നെ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു പള്ളിക്കകത്ത്, ഒരു മധുവയ്ക്കകത്ത്, ഒരു സെമിനാരിക്കകത്തേക്ക് ദൈവം കൊണ്ടുപോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം ഏത് വിധേനയും രക്ഷിച്ചെടുക്കും. ദൈവത്തിന്റെ ദൃഷ്ടി പതിഞ്ഞിട്ടുള്ള വ്യക്തികളെ ഏത് സാഹചര്യത്തിലും എവിടെയും കടന്നെത്തി രക്ഷിക്കുന്ന, പുറകെ വന്ന് രക്ഷിക്കുന്ന, തേടി വന്ന് രക്ഷിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ആമേ സ്തോത്രം. അത് 157 സംശയങ്ങൾ ഈ പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 10 മിനിറ്റ് ഇംഗ്ലീഷിൽ പ്രസംഗിക്കണം. ആ പ്രസംഗത്തിന്റെ പ്രിപ്പറേഷന് വേണ്ടി ബൈബിൾ തുറന്നു. മുൻപും ബൈബിൾ ഉണ്ടായിരുന്നു. കത്തോലിക്ക ബൈബിൾ നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും. എടുത്താൽ ചുമക്കാൻ പറ്റാത്ത വലിപ്പമുള്ള ഭയങ്കര ഒരു ബൈബിളാ പള്ളികളിലൊക്കെ വെച്ചിരിക്കുന്ന നിങ്ങൾ കണ്ടു കാണും. അത് വന്ദനം ചെയ്യാനും മലമ്പനിയോ മാരകരോഗമോ വരുമ്പോൾ ചുംബനം ചെയ്യാനും മരണസമയത്ത് കെട്ടിപ്പിടിക്കാനും അത്യാവശ്യം റെക്കോർഡുകൾ, റേഷൻ കാർഡുകൾ സൂക്ഷിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമായിട്ടാണ് കത്തോലിക്കർക്ക് മനസ്സിലാകട്ടു. സ്തോത്രം. എന്നാൽ അതിനകത്ത് ദൈവത്തിന്റെ നിധികൾ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായ വിധങ്ങളെ കുറിച്ചാണ് ഞാൻ അല്പസമയം മാത്രം എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. വേദപുസ്തകം തുറന്നപ്പോൾ വേദപുസ്തകത്തിൽ ഒരിക്കൽ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ വായിപ്പാനായിട്ട് കഴിഞ്ഞു. ആ വേദപുസ്തകം എങ്ങനെയാണ്? വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിശ്ചിതമാണ്, പഠിക്കുവാനും ശാസിക്കുവാനും തെറ്റുതിരുത്തുവാനും നീതിയുള്ള പരിശീലനത്തിനും അവ ഉപകരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ മനുഷ്യൻ പരിപൂർണനായി തീരുവാൻ അത് ഉപകരിക്കുന്നു എന്നൊരു വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനായിട്ടിടയായി. തെറ്റുതിരുത്തുവാനും പൂർണ്ണനാകുവാനും ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട് എന്ന് യാതൊരു വ്യാഖ്യാനവും കൂടാതെ എനിക്ക് മനസ്സിലായി. ബൈബിളിന്റെ ഒരു പ്രത്യേകത, ഏത് അറിവുള്ളവർക്കും അറിവില്ലാത്തവർക്കും ദൈവം അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവന് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം അവനോട് സംസാരിക്കുന്നു എന്നുള്ളത് എത്രയോ ആശ്വാസകരമാണ്. യാതൊരു വ്യാഖ്യാനവുമില്ലാതെ തെറ്റ് തിരുത്താൻ, വിശുദ്ധ ജീവിതം ചെയ്യാൻ, പൂർണ്ണനാകാൻ വിശുദ്ധ ബൈബിൾ പര്യാപ്തമാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഒരു കത്തോലിക്കനെ സംബന്ധിച്ച് ഒരിക്കലും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. കാരണം അവന്റെ തെറ്റ് ഒരിക്കലും തിരുത്തപ്പെടുന്നില്ല. ദണ്ഡ വിമോചനം, മുട്ടയിൽ നിന്ന് ചാട്ടയ്ക്ക് ശരീരത്തിൽ അടിക്കുന്ന ആ സാഹചര്യങ്ങൾ, ശരീരത്തെ ഒതുക്കിയെടുക്കാൻ വേണ്ടി ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന വൈദികരെ ഞാൻ കണ്ടിട്ടുണ്ട്. മണലിൽ മുട്ടയിൽ നിന്ന് ചാട്ട കൊണ്ട് സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്. ഈ പരിപൂർണതയ്ക്ക് വേണ്ടിയാണ് മലകൾ കയറുന്നതും ആചാരമര്യാദകൾ അനുഷ്ഠിക്കുന്നതും. ഇത്ര വീട് ഭിക്ഷയെടുത്ത് പോയേക്കാം, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 100 വീടോളം ഭിക്ഷയെടുത്ത് അരുപത്ര പള്ളിയിൽ കൊടുത്തേക്കാം എന്നൊക്കെയുള്ള നേർച്ചകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനെ കൂടുതൽ കൂടുതൽ സങ്കീർണമായ വിഷയങ്ങളിലേക്കും ഭിക്ഷക്കാരനാക്കിയും തെണ്ടിയാക്കിയും എന്ന് വേണ്ട, അവനെ പീഡിപ്പിക്കാവുന്ന എല്ലാവിധ പീഡകൾക്കും, സ്വയം പീഡകൾക്ക്, മലയാറ്റൂർ മലയിലേക്ക് യേശു എടുത്തതിനേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള കുരിശും കൊണ്ട് ആളുകൾ കയറുന്നതും കുരിശിൽ പൊക്കി വെക്കുന്ന വഴിക്ക് കുരിശേന്ന് ജീവനുള്ള മനുഷ്യൻ താഴെ വീഴുന്നതുമൊക്കെ ഈ വർഷം കാണുവാൻ തക്കണം ഇടയായി. വർഷങ്ങൾ കഴിയും തോറും, വിദ്യാഭ്യാസം കൂടുന്തോറും അന്ധകാര ശക്തി മനുഷ്യന്റെ കണ്ണുകളെ കുരുടാക്കുന്നു എന്നുള്ളതാണ് വസ്തുതയായിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഏത് മനുഷ്യനെയും പൂർണ്ണനാക്കാനും വിശുദ്ധീകരിക്കാനും ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. അതൊരു ഡയറിയിൽ അത് എഴുതി വെച്ചു. വീണ്ടും വാക്യങ്ങൾ ഉണ്ട്. യേശുദാൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും എഴുതിയാൽ അത് ഈ ഭൂമിയിൽ തന്നെയും തികയില്ല. ഇവ തന്നെയും എഴുതിയത്, സുവിശേഷം ഇത്ര ചുരുക്കി എഴുതിയത്, ഇത് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടി ഇത് എഴുതി വെച്ചിരിക്കുന്നു എന്ന് ഒരിക്കൽ വായിപ്പാൻ തക്കൊണ്ടുമിടയായി. അപ്പോൾ ഒരു മനുഷ്യനെ നിത്യജീവനിലേക്ക് എത്തിപ്പാൻ പര്യാപ്തമാണ് ദൈവത്തിന്റെ വചനം എന്ന് എനിക്ക് അത് ബോധ്യപ്പെട്ടു. നിത്യജീവൻ, മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതം, അത് സാധ്യമാണ് യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ, അവന്റെ വചനം വിശ്വസിച്ചാൽ എന്ന് മനസ്സിലാക്കാനായിട്ടിടയായി. എല്ലാ കാര്യങ്ങളും പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. യേശുവിന്റെ രക്തം, ഒരിക്കൽ വായിച്ചു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. കത്തോലിക്കനെ സംബന്ധിച്ച് അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്ന വാക്യങ്ങളാണ്. കാരണം മാമോദീസ പാപമോചനത്തിന് വേണ്ടിയാണ്, കുമ്പസാരം പാപമോചനത്തിന് വേണ്ടിയാണ്, ശൈര്യലേപനം
പാപമോചനത്തിന് വേണ്ടിയാണ്. ഓഫീസുകൾ, മരണാനന്തര ക്രിയകൾ, ശവപൂജകൾ ഒക്കെ നടത്തുന്നത് പാപമോചനത്തിന് വേണ്ടിയാണ്. കയ്പുനീര് കുടിക്കുന്നതും മലകൾ കയറുന്നതും പാപമോചനത്തിന് വേണ്ടിയാണ്. അപ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങൾ അനുഷ്ഠിച്ചാലും ഒരിക്കലും പാപമോചനം പ്രാപിച്ചു എന്ന് ബോധ്യമില്ലാതെ പാപത്തിൽ ആളുകൾ മരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക്, യേശുവിനെ അനുസരിക്കുന്നവർക്ക്, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മകനാകാൻ അധികാരം കൊടുത്തു എന്ന് വായിപ്പാൻ തക്കവണ്ണമിടയായി. അപ്പോൾ ഒരു കത്തോലിക്കനെ സംബന്ധിച്ച് അന്നും ഇന്നും ഏത് കാലത്തും ദൈവത്തിന്റെ മകൻ എന്നൊരു ചിന്ത അവന്റെ മനസ്സിൽ ഒരിക്കലും വരുന്നില്ല. ഒരു കത്തോലിക്കൻ ഒരിക്കലും ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. കാരണം എണ്ണിയാലൊടുങ്ങാത്ത പുണ്യവാളന്മാരും പുണ്യവതിമാരും എണ്ണിയാലൊടുങ്ങാത്ത വിഗ്രഹങ്ങളും അവന്റെ ചിന്തകളെ വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കും. ഒരിക്കൽ പോലും യേശു ദൈവമാണെന്നും യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിന്റെ മകനായി ജീവിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു പ്രത്യാശ അവനെ ഒരിക്കൽ പോലും ഭരിക്കുന്നില്ല. അതുകൊണ്ടാണ് നിരാശ നിറഞ്ഞ ജീവിതങ്ങൾ, ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ്, ഏറ്റവും കൂടുതൽ മദ്യപാനം, ഏറ്റവും കൂടുതൽ ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നുള്ള ആ പട്ടികയിലുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും വൈദികർ ഉൾപ്പെടെ ഇതിന് അടിമകളാണ് എന്നുള്ളതാണ് വസ്തുത. പുറമെ ആകർഷിച്ച് വൈദികരുടെ കൂടെ ജീവിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, മാസ്റ്റർബേഷൻ, അതുപോലെ രഹസ്യമായ ലൈംഗിക അരാജകത്വങ്ങൾ, മദ്യപാനങ്ങൾ എല്ലാം ഇവർ വളരെ രഹസ്യമായി ചെയ്യുകയും അത് എൻ്റെ കണ്ണിൽ ശ്രദ്ധിക്കപ്പെടും. അന്ന് മീഡിയാസ് ഒന്നും ഇല്ലാത്ത കാലമാണ്. ഇന്നത്തെ പോലെ ഫ്രാങ്കോ മുളയ്ക്കനെ പോലെയുള്ള അല്ലെങ്കിൽ ലൂസി കളപ്പുരയ്ക്കലെ പോലെയുള്ള ഈ അടുത്ത കാലത്ത് സംഭവിച്ച വിഷയങ്ങൾ ലോകത്തെ എല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ പഠിക്കുന്ന കാലത്ത് മീഡിയാസ് ഇല്ല. എന്ത് സംഭവിച്ചാലും അത് ആ മതിലിനകത്ത് അവസാനിക്കും. വൈദികർക്കെതിരെ സംസാരിപ്പാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. മന്നമരുതി കൊലക്കേസ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ സംഭവങ്ങൾ അക്കാലത്ത് നടന്നത് എന്നിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി. ഒരിക്കൽ ഇങ്ങനെയൊക്കെയുള്ള ദയനീയമായ അല്ലെങ്കിൽ മൃഗീയമായ കാഴ്ചകൾ കണ്ടപ്പോൾ പിന്നെ ബൈബിൾ വായിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒരുത്തൻ ഇടവകപ്പട്ടക്കാരനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ നല്ല കാര്യം ആഗ്രഹിക്കും. അവൻ ഏകഭാര്യയുടെ ഭർത്താവും സ്വന്തം കുഞ്ഞുങ്ങളെ പത്യോപദേശത്തിൽ വളർത്തുന്നവനും സ്വന്തം കുഞ്ഞുങ്ങളുടെയും ഭാര്യയുടെയും കഷ്ടപ്പാടുകൾ അറിയാത്തവന് മഹാ ഇടവകയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഓശാന ബൈബിളിലെ വ്യാഖ്യാനമാണ്. യാതൊരു വ്യാഖ്യാനവും കൂടാതെ എനിക്കിത് മനസ്സിലായി. വൈദികൻ വിവാഹം കഴിച്ചിരിക്കണം, മക്കളെ വളർത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് ഞാൻ ശ്രേഷ്ഠരായ വൈദികരോട് സംസാരിച്ചു, ചർച്ച നടത്തി. അപ്പോൾ അവർ പറഞ്ഞത്, നിന്നെ ആരോ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നു, നീ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് അകത്തു നിന്ന് സംസാരിക്കണം, ചിന്തിക്കണം എന്നുള്ള കാര്യങ്ങളാണ് എന്നോട് പറയുവാനായിട്ട് ഇടയായത്. വാസ്തവത്തിൽ എന്നെ പുറത്തു നിന്ന് ആർക്കും അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാൻ ജനിച്ചു വളർന്നത്. അതിനൊരു സാധ്യതയും ഇല്ലായിരുന്നു. എന്നാൽ എൻ്റെ ബ്രെയിൻ വാഷ് ചെയ്തതും അതിലെ അശുദ്ധി മാറ്റിയതും യേശുവും യേശുവിന്റെ രക്തവും മാത്രമാണ്. അത് ആ കാലത്ത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അത് വളരെ സങ്കീർണമായ ഒരു വിഷയത്തിലേക്ക് ചെന്നു. ഒടുവിൽ നിരീശ്വരവാദിയായി നിരാശനായിട്ടാണ് ഞാൻ സെമിനാരി ജീവിതം അവസാനിപ്പിക്കുന്നത്. പ്രത്യാശ നഷ്ടപ്പെട്ടൊരു മനുഷ്യനായിട്ടും പാപത്തിൽ ഞാനും വളരും തോറും എൻ്റെ ശരീരത്തിലും പാപം വളരുന്നതായിട്ട് ഈ കുർബാന കൊടുക്കാൻ പാത്രവുമായി ഈ സഹോദരിമാരുടെ അടുത്തേക്ക് പോകുമ്പോൾ എൻ്റെ ശരീരത്തിലും പാപം വളരുന്നു. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഞാനും പാപ ജഡമനായ മനുഷ്യനാണെന്നുള്ള യാഥാർത്ഥ്യം എനിക്കുമുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യം, 3 മീറ്റർ തുണി കൊണ്ടോ കർമാചാരങ്ങൾ കൊണ്ടോ മണിയടി കൊണ്ടോ പുകച്ചത് കൊണ്ടോ ഒന്നും മനുഷ്യന്റെ പാപത്തെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയുകയില്ല. പിന്നീട് എൻ്റെ ബോധ്യം ഈ മേഖലകളിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. വിസ്താരഭയത്താൽ ഞാൻ നിർത്തുകയാണ്. ആരെയും ആത്മീയ പിതാവേ എന്ന് വിളിക്കരുത് എന്ന് മത്തായി സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. യേശു ഏകമധ്യസ്ഥനെന്ന്, വിവാഹം വിലക്കരുതെന്നും വിഗ്രഹം ഉണ്ടാക്കരുതെന്നും വിഗ്രഹത്തെ ഉണ്ടാക്കുന്നവന് 1000 തലമുറ വരെ ദൈവശിക്ഷ ഉണ്ടാകുമെന്നും വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആണ്ടുകളും മാസങ്ങളും റാസകളും പെരുന്നാളുകളും ഒന്നും ആചരിക്കരുത് എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറിയം നിത്യ കന്യകയല്ല എന്നുള്ള എൻ്റെ തിരിച്ചറിവ് എന്നെ ഒരു ശത്രുവായിട്ടാണ് സഭയ്ക്കകത്തെ ആളുകൾ കാണുവാൻ തക്കവണ്ണം ഇടയായി. ഇന്നും മറിയത്തിനെതിരെ സംസാരിച്ചാൽ നമ്മളെ ഒരു മത തീവ്രവാദിയായിട്ട് അവർ കാണാൻ തക്കവണ്ണം ഇടയാകത്തുള്ളൂ. യേശുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവർ ക്ഷമിക്കും. പക്ഷെ മറിയത്തെ കുറിച്ച്
മറിയത്തിന് മറ്റ് മക്കളുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം വചനത്തിൽ നിന്ന് എടുത്തു കാണിച്ചാൽ പോലും നമ്മളെ ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ അമ്മയില്ലാത്തവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അവർ കാണുവാൻ തക്കുള്ളൂ. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാനിടയാകും. ഈ കാര്യങ്ങൾ സഭയാം കുടുംബത്തിലുള്ള, ഇനി എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ വചനവും സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. കുടുംബത്തിൽ ചർച്ച ചെയ്തു, സഭയിൽ ചർച്ച ചെയ്തു. ഈ വിഷയത്തിൻ്റെ ഒരു പരിഹാരം ആർക്കും നിർദ്ദേശിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ വളരെ നിരാശനായി ഭവനം വിട്ട് ഒറീസയിലും രാജസ്ഥാനിലും സ്കൂളുകളിൽ അധ്യാപകനായി എൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാമെന്ന് വിചാരിച്ച് അതിന് ചെറിയ പരിശ്രമങ്ങൾ നടത്തി. ലാംഗ്വേജ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പഠിക്കാം അല്ലെങ്കിൽ പഠിപ്പിക്കാം എന്ന് വിചാരിച്ചു പോയി. എന്നാൽ ഒരിടത്തും ദൈവം എന്നെ ഉറപ്പിച്ചില്ല. ഞാൻ ഈ ഭൂമിയുടെ കീഴിൽ കൈവെക്കാത്ത മേഖലകളില്ല. പിന്നീട് താഴോട്ട് ഇറങ്ങി ബാർ ഹോട്ടലുകളും സ്റ്റാർ ഹോട്ടലിലും സ്റ്റുവേർഡായിട്ട് സേവനം ചെയ്യാനായിട്ട് ഇടയായിട്ടുണ്ട്. വാഹനാപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായിട്ടുണ്ട്. എന്നാൽ സ്വത്രം ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് ഒരു രവി എന്ന് പറയുന്ന ഒരു ഹിന്ദു സഹോദരൻ ഞാനുമായി പരിചയപ്പെട്ടു. അദ്ദേഹം നിരന്തരം എൻ്റെ പുറകെ ഗ്യാപ്പില്ലാതെ ആശുപത്രി ജീവിതത്തിൽ ഞാൻ കിടക്കുമ്പോൾ അദ്ദേഹം വന്ന് കരയുകയും അദ്ദേഹത്തിന്റെ കണ്ണുനീർ എൻ്റെ ശരീരത്ത് വീഴുകയും ചെയ്തു. ഞാൻ കിടന്ന് ചിന്തിച്ചു, എൻ്റെ ആരുമല്ലാത്ത ഒരു ഹിന്ദു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരികയും ചെയ്യുന്നല്ലോ, കണ്ണുനീർ തൂകുന്നല്ലോ. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? ഇതിലെന്തോ ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം എന്നെ വളരെ നിർബന്ധിച്ച്, ദിവസങ്ങൾ കൊണ്ട് നിർബന്ധിച്ച്, ഞാൻ ഈ ആശുപത്രി കിടക്കുമ്പോൾ വണ്ടി അപകടം, ലൈസൻസ് ഇല്ലാതെ ഞാൻ വണ്ടി ഓടിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട എൻ്റെ മൂത്ത സഹോദരൻ ആശുപത്രിയിൽ മദ്യം കഴിച്ചു വന്ന് എന്നെ ഷൂ ഇട്ട് തൊഴിച്ച ഒരു സാഹചര്യം. അപ്പോഴും ഈ രവി വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതെന്നെ ചിന്തിക്കാനിടയാക്കി. അങ്ങനെ രവിയുടെ മനസ്സിന്റെ ശാന്തിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പാസ്റ്റർ എം എ വർഗീസിന്റെ സഭയിലേക്ക് പോയി. അവിടെ ആയിരിക്കുന്ന സമയം ഓരോ പ്രസംഗങ്ങളിലും ഞാൻ ഒരിക്കൽ ഏതെല്ലാം സംശയങ്ങൾ ഡയറിയിൽ എഴുതി വെച്ച് സംശയങ്ങളായി ചോദിച്ചു, അതിനൊക്കെ തന്നെ ആ ദൈവദാസന്റെ ശുശ്രൂഷയിൽ എനിക്ക് മറുപടി ലഭിപ്പാൻ തക്കണമിടയായി. ഞാൻ എഴുതി വെച്ച എല്ലാ സംശയങ്ങൾക്കും വേദപുസ്തകത്തിൽ നിന്ന് ഒന്നും ചോദിച്ചിട്ടല്ല, അദ്ദേഹം ആത്മാവിൽ പ്രസംഗിക്കുമ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ ഞാനൊരു പാപിയായ മനുഷ്യനാണെന്നും വളരെ തകർന്ന മനുഷ്യനാണെന്നും പ്രത്യാശയില്ലാത്ത ഈ ജീവിതത്തിന് ഒടുവിൽ നിത്യമരണമാണെന്നും യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി 1989 ഞാൻ എൻ്റെ ഹൃദയം യേശുവിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ടിടയായി. വീട്ടിൽ വലിയ കോലാഹലങ്ങളുണ്ടായി, ഉപദ്രവങ്ങളുണ്ടായി, പിതാവിന്റെ ഉപദ്രവമുണ്ടായി, സഹോദരന്മാരുടെ ഉപദ്രവമുണ്ടായി. പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ കുറെ കാലം പാസ്റ്ററുടെ കൂടെയും പിന്നീട് കൂട്ടുസഹോദരന്മാരുടെ കൂടെയും ജീവിച്ചു. അങ്ങനെ ഗോസ്ബൽ നാഷണൽ ഫെലോഷിപ്പിന്റെ ഒരു മിഷണറിയുടെ കരങ്ങളിലൂടെ പെരുമ്പാവൂരെത്തി. ദരിദ്രരുടെയിൽ സുവിശേഷം പ്രവർത്തിക്കുന്ന ആ സംഘടനയും KO ഏലിയാസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ യാചകരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആ ദേവദാസന്റെ ഭവനത്തിൽ 1-2 ദിവസം പാർപ്പിച്ച് എന്നെ തലമുടിയെല്ലാം വെട്ടി ഉള്ള വൃത്തിയുള്ള ഷർട്ടൊക്കെ ഇടിയിപ്പിച്ച് പെനിയേലിലും തുടർന്ന് ആക്സക്കമാടയിലും ഒക്കെ പല വർഷങ്ങൾ പഠിപ്പാൻ കർത്താവിനെ സഹായിച്ചു. കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും, രാജസ്ഥാൻ, ഒറീസ, ഞാൻ മുമ്പ് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ യേശുവിനെ പ്രസംഗിപ്പാനും സഭകൾ സ്ഥാപിപ്പാനും ഒക്കെ ഇടയായി. കഴിഞ്ഞ 1 വർഷമായി ഞാൻ പാർക്കുന്ന ആ ഗ്രാമത്തിന്റെ പേര് മംഗലം എന്നാണ്. അതിനെ തൊട്ടടുത്ത് അറിയപ്പെടുന്ന സ്ഥലം ഓട്ടുപാറ എന്നും വടക്കാഞ്ചേരിയും എന്നൊക്കെയാണ്. മംഗലം അത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമല്ല. എന്നാൽ വളരെ ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്താലും തീരാത്ത ഒരു ഗ്രാമമാണ് മംഗലം. അവിടെ 1ാമത്തെ ജനസംഖ്യ മുസ്ലിംസ് ആണ്, 2ാമത്തെ ജനസംഖ്യ ഹിന്ദുസ് ആണ്. ധാരാളം പള്ളികളും അവരുടെ അമ്പലങ്ങളും ഉള്ള സ്ഥലമാണ്. വീടാന്തരം അമ്പലങ്ങളുള്ള സ്ഥലമാണ്. 3ാമത്തെ ജനസംഖ്യ കത്തോലിക്കരാണ്. ഞാൻ ആ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള ആഗ്രഹം, എൻ്റെ സാക്ഷ്യം എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് കത്തോലിക്കരോടാണ്. പൗലോസ് പറഞ്ഞ പോലെ ഈ ചങ്ങല ഒഴികെ എല്ലാവരും എന്നെ പോലെ ആകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ മംഗലം എന്ന പ്രദേശത്ത് ആയിരിപ്പണ്ടക്കൊണ്ടോടെയായത്. ഇപ്പോൾ 1 വർഷവും 3-4 മാസവും പിന്നിടുമ്പോൾ അതേ സ്തോത്രം ധാരാളം പരസ്യയോഗങ്ങൾ നടത്താൻ കർത്താവിനെ സഹായിക്കുന്നു. ഒറ്റയ്ക്ക് പോകുന്ന പല സ്ഥലങ്ങളിലും ഉപദ്രവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സമാന ചിന്താഗതിക്കാരായ 100 രൂപ ദൂരത്തിലൊക്കെയുള്ള പ്രിയപ്പെട്ടവർ ഒരുമിച്ച് പരസ്യയോഗങ്ങൾ നടത്തുകയാണ്. ആ പരസ്യയോഗത്തിന്റെ പ്രത്യേകത, ഞങ്ങൾ പോകുന്ന ഗ്രാമങ്ങളിൽ, ഇന്നർ ഗ്രാമങ്ങളിൽ ഈ ഞങ്ങളുടെ കൊച്ചു മൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരും.
അവരാദ്യമായിട്ടാണ് ഈ മൈക്കിന്റെ ശബ്ദവും ഇങ്ങനെയുള്ള പ്രസംഗങ്ങളും കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ നാട്ടിൽ ഉപദേശിമാർ നിന്ന് വഴിയിൽ പ്രസംഗിക്കുന്നത് പരിഹാസത്തോടെ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരന്ന് എന്താണ് ചെയ്തതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടുതൽ ഉത്സാഹത്തോടെ ചെയ്യുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഇപ്പോൾ ഒരു കുറച്ച് ദിവസത്തേന് ഞാൻ ഇവിടെ മലപ്പുറം ജില്ലയിൽ വാഴക്കാട് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം ദൈവവചനത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞതിന്റെ താല്പര്യം, കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടു, കുടുംബസ്വത്ത് ലഭിച്ചില്ല, പിന്നീടുള്ള വിവാഹ മരണ വേദികളിലോ സ്വന്തക്കാരുടെ വീട്ടിലോ ഒരിക്കൽ പോലും പ്രവേശനം ഉണ്ടായില്ല. അറിയാതെ ഒരിക്കൽ എൻ്റെ അമ്മാച്ചന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മാച്ചന്റെ മോളുടെ കല്യാണമാണ്. അച്ഛന്മാർ നിന്ന് പ്രാർത്ഥിച്ച് മോളെ പള്ളിയിലേക്ക് കൊണ്ടു. ഞാൻ അറിഞ്ഞു ചെന്നതല്ല, ജനക്കൂട്ടത്തിലേക്ക് കയറി അറിഞ്ഞു, വിവാഹം മനസ്സിലാക്കി അവിടെ നിന്നു. അപ്പോൾ എൻ്റെ അമ്മാച്ചൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അന്യമതസ്ഥരാരും കയറി ചാടി പ്രാർത്ഥിക്കരുത്, ഇവിടെ പ്രാർത്ഥിക്കാൻ ആളുകളെ നിയമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്യമതസ്ഥൻ ആരാണെന്ന് എനിക്ക് കൃത്യം മനസ്സിലായി. ഞാൻ അവിടെ നിന്നില്ല, പതുക്കെ അവിടുന്ന് ഒഴിവായി. പിന്നീട് അവരുടെ മരണത്തോടുള്ള ബന്ധത്തിൽ പോലും അറിയിക്കുകയോ പോവുകയോ ചെയ്തിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഞാനും കർത്താവും എൻ്റെ ഭാര്യയും എനിക്ക് തന്ന 2 കുഞ്ഞുങ്ങളും മാത്രമായ ഒരു സിംഗിൾ യൂണിറ്റായി ഞങ്ങൾ ശേഷിച്ചിരിക്കുന്നു. അതിൽ ദുഃഖമൊന്നുമില്ല. ഒരുപാട് പരാജയങ്ങളും വേദനകളും അസ്വസ്ഥതകളും ഒക്കെ കണ്ടെങ്കിലും അതിൻ്റെ എല്ലാം മുകളിൽ ജയം തന്ന ഒരു കർത്താവാണ് എൻ്റെ യേശു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. പിതാവ് എനിക്ക് തരുന്നവനെ ഒക്കെയും എൻ്റെ അടുക്കൽ വരും. പിതാവ് കണ്ടിട്ടുള്ളവൻ എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയേ. അത് തന്നെയാണ് എനിക്കും ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയാനായിട്ടുള്ളത്. യേശുവിന്റെ അടുക്കലേക്ക് പോയി യേശുവിനെ മാത്രം ലക്ഷ്യം വെച്ചു. യേശുവിനെ ജീവന്റെ ജീവനായി എണ്ണി, യേശു പ്രാണനായി, ആത്മാവായി, സർവസമ്പത്തായി, എല്ലാമായി യേശുവിനെ എണ്ണി യേശുവിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു. 30 വർഷം പിന്നിടുമ്പോൾ എനിക്ക് 2 മക്കളാണ്. മൂത്ത മോന് 30 വയസ്സാകുന്നു, MBA പഠിച്ച് നിൽക്കുകയാണ്. ചെറിയ മോൻ BBA പഠിച്ച് നിൽക്കുകയാണ്. ഈ 30 വർഷക്കാലം പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയാത്ത, ഒരു സാഹചര്യത്തിലും തള്ളിക്കളയാത്ത, ഉടമനകഷന്തലേ ആരുമില്ലെങ്കിലും, ആരും പുറകിൽ നിൽക്കാനില്ലെങ്കിലും, ആരും പിൻബലമില്ലെങ്കിലും, ആരും നമ്മളെ ഉത്സാഹിപ്പിക്കാനില്ലെങ്കിലും, തളർന്നു പോകാതെ നാം നിൽക്കുന്നു എങ്കിൽ, സങ്കടപ്പെടാതെ നിൽക്കുന്നുവെങ്കിൽ, നാം വീണു പോകാതെ നാം കൃപയിൽ തുടരുന്നുവെങ്കിൽ, ഒരു നാളും തള്ളിക്കളയാത്ത യേശുക്രിസ്തുവിനെ ഈ പകൽ ഉയർത്താൻ കിട്ടിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് ദിവസങ്ങൾ വേണം പ്രിയപ്പെട്ടവരെ. ചുരുങ്ങിയ സമയം കൊണ്ട് അത് പറയാൻ എനിക്ക് അസാധ്യമായ കാര്യമാണ്. ആമേ സ്തോത്രം. ഭൂലോക തോൽവി എന്നറിയപ്പെടുന്ന ഒരു യുവാവ് അമേരിക്കയുടെ മണ്ണിൽ ജീവിച്ചിരുന്നു. ആ ചരിത്രം ചുരുക്കമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭൂലോക തോൽവി എന്നാണ് ആ മനുഷ്യനെ അന്ന് ലോകം അറിയപ്പെട്ടത്. അദ്ദേഹം വളരെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. വേദപുസ്തകം ചെറിയ പ്രായത്തിൽ മുതൽ, അമ്മ വളരെ ഭക്തിയാണ്. ആ കുടുംബത്തിൽ ആ പ്രിയപ്പെട്ടവന്റെ അമ്മയും ആ മകനും മാത്രമാണ് ഭക്തിയിൽ മുതിർന്നു വന്നത്. വേദപുസ്തകത്തിന്റെ വാക്യങ്ങൾ, സങ്കീർത്തന ഭാഗങ്ങൾ ആ അമ്മ ആ മകനെ ചെറുപ്പം മുതലേ ശീലിപ്പിക്കുവാൻ കൊണ്ടുമിടയായി. ആ യുവാവ് അങ്ങനെ വളർന്നു വന്നു. ജീവിതത്തിൽ പരാജയപ്പെട്ടവർക്കും ഒറ്റപ്പെട്ടവർക്കും തകർന്നു പോയവർക്കും പ്രചോദനമായി ഇന്നും ചരിത്രത്തിൽ ഒരു ഊർജമായി ആ യുവാവ് നിലകൊള്ളും. ഒരിക്കൽ മറ്റൊരു യുവാവ് തന്റെ ചെറിയ ചെറിയ സങ്കടങ്ങൾ ഈ യുവാവിനോട് പറയുക. അപ്പോൾ ആ യുവാവ് അദ്ദേഹത്തെ വിളിച്ച് ഒരു വലിയ റൂമിലേക്ക് കൊണ്ടുപോയി ഒരുപാട് ശ്രേഷ്ഠന്മാരുടെ ജീവിത ചരിത്രത്തിന്റെ ചാർട്ട് അവിടെ പ്രദർശിപ്പിച്ചു. ആ ചാർട്ട് നോക്കി വായിക്കാനായിട്ട് പറഞ്ഞു. അതിൽ 1831 ബിസിനസ്സിൽ വൻ പരാജയപ്പെട്ട് അതിന്റെ കടം തീർക്കാൻ വീണ്ടും ചില വർഷങ്ങൾ അടിമവേല ചെയ്യേണ്ട ഒരു യുവാവിന്റെ ചരിത്രത്തിൽ അത് തുടങ്ങുകയാണ്. കാമയം. പിന്നീട് 1832 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. തുടർന്ന് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് തീരുമാനിച്ചു വെച്ചിരുന്ന യുവതി ഈ പരാജയത്തെ വേണ്ട എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ കൂടെ വിവാഹം കഴിച്ച് തന്റെ കൺമുമ്പിൽ തന്നെ സുഖമായി ജീവിക്കാൻ തക്കണമിടയായി. പിന്നീട് താൻ വിവാഹം കഴിച്ചു. താനുമായി ഒരിക്കലും പൊരുത്തപ്പെടാത്ത മുള്ളുപോലുള്ള സ്വഭാവമുള്ള ഒരു സഹോദരിയെ വിവാഹം കഴിച്ചു. അങ്ങനെ ജീവിതം ഒരു വിധത്തിൽ കരപിടിക്കുമെന്ന് വിചാരിച്ച് 1835 ആയപ്പോൾ ആ ഭാര്യ മരിക്കുവാൻ തക്കണമിടയായി. അങ്ങനെ
തനിക്ക് നിരാശയുടെ, വിഷണ്ണ മനസ്സിന്റെ, കൊടിയ നിരാശയുടെ, മാനസിക രോഗത്തിന്റെ ഒരവസ്ഥയുണ്ടായി. ആ അവസ്ഥയിലും തന്റെ പ്രായമായ അമ്മ ആ മകനെ ചേർത്ത് പിടിച്ചു, അവനെ തൊട്ട് പ്രാർത്ഥിച്ചു, കണ്ണീരോടെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് പകലിൽ എനിക്ക് എന്റെ അനുഭവവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, തളരുന്നവനെ താങ്ങുന്ന ഒരു നാക്ക് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ നാക്കുകൊണ്ട് ചിലർ വളരുമെങ്കിൽ, ജീവിക്കുമെങ്കിൽ, സ്വന്തം വാക്കുകൾക്കപ്പുറം നമ്മളെ ദൈവം ഈ ഭൂമിയിൽ ആയുസ്സോടെ വെച്ചിരിക്കുന്നത്, ഈ മിനിസ്ട്രിയുടെ പേര് തന്നെ എനിക്ക് ഒരാശ്വാസമായിട്ട് തോന്നുന്നു. ഡ്യൂ ഓഫ് ഹെർമൻ, ഹെർമോന്യ മഞ്ഞ്. തളർന്നിരിക്കുന്ന വാടിയ ഇളംപുല്ലിന്മേൽ പെയ്തിറങ്ങുന്ന മഞ്ഞ് അതിന് പുനർജീവിതം കൊടുക്കുന്നു, അതിന്റെ തലകളെ ഉയർത്തിപ്പിടിക്കാൻ സഹായിക്കുന്നു. ഈ മിനിസ്ട്രി അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ജോർജ് കുട്ടിച്ചാനെ ഓർത്ത് ഒരുപാട് കണ്ണീരോടെ എല്ലാ ദിവസവും സ്തോത്രം ചെയ്യുന്നു. നേരിട്ട് ശരീരത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല, എന്നാൽ എന്നെ മനസ്സിലാക്കി, എന്നെ ആശ്വസിപ്പിച്ച്, എന്നെ ബലപ്പെടുത്തി, എന്നെ തിരുത്തി, എന്നെ കൊണ്ടുപോകാൻ എന്നും ഉത്സാഹം കാണിച്ച ആ പിതാവിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വിഷണ്ണ മനസ്സിന്റെ സാധ്യതയിൽ ആ അമ്മ അവനെ ചേർത്ത് പിടിച്ചു. 1838, 1843, 1848, 46, 48, 55, 56, 58 തെരഞ്ഞെടുപ്പുകളിൽ വൻ പരാജയമുണ്ടായി. ആ അമ്മ അവനെ വീണ്ടും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് വചനം പറഞ്ഞ് അവനെ മുന്നോട്ട് കൊണ്ടുപോയി. പ്രിയരെ, 1860 ആ മനുഷ്യൻ അമേരിക്കയുടെ പ്രസിഡന്റായി തീർന്നു. അടിമത്വം നിർത്തലാക്കിയ, വർണ്ണവിവേചനം നിർത്തലാക്കിയ, അമേരിക്കയുടെ ചരിത്രത്തിലെ ഗോൾഡൻ ലിപികളിൽ എഴുതിയ അബ്രഹാം ലിങ്കൻ എന്ന മനുഷ്യനാണ് ഞാൻ ഇതുവരെ പറഞ്ഞ ആ തോൽവിയായി രേഖപ്പെടുത്തിയ മനുഷ്യൻ. ഉടമനകക്ഷി ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം 23-ാം സങ്കീർത്തനം, 90-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം ആ അമ്മ അവനെ കാണാതെ ചൊല്ലാൻ പഠിപ്പിച്ചു. സങ്കടങ്ങളിൽ, മരണത്താഴ്വരകളിൽ കൈവിടാത്ത ഒരു ദൈവത്തെ ആ അമ്മ അവനെ ഉറപ്പിച്ചു. ആ മനുഷ്യന്റെ ഭരണത്തിന്റെ ശ്രേഷ്ഠതകളിലെല്ലാം ബൈബിൾ വായിച്ചിട്ടാണ് അദ്ദേഹം ശ്രേഷ്ഠമായ തീരുമാനങ്ങളെല്ലാം എടുത്തത് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ പ്രിയരെ, സമയം കടന്നുപോയി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരമുള്ള വിളിയുള്ളവർക്ക് എന്തെല്ലാം സംഭവിച്ചാലും, പരാജയങ്ങൾ വന്നാലും, ഒറ്റപ്പെടുത്തൽ വന്നാലും, രോഗങ്ങൾ വന്നാലും, നാം നിൽക്കുന്ന മണ്ണ് നമ്മുടെ കാലിന്റെ കീഴിൽ കീറി രണ്ടായി പിളർന്നു പോയാലും, നാം ഭക്തിയെ മുറുകെ പിടിക്കുമെങ്കിൽ, വിശുദ്ധിയെ മുറുകെ പിടിക്കുമെങ്കിൽ, പ്രമാണത്തെ മുറുകെ പിടിക്കുമെങ്കിൽ, ആമേ സ്തോത്രം, നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന, തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന, മാനിക്കുന്ന ഒരു സ്വർഗം ജീവിക്കുന്നു എന്ന് ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും വിഷണ്ണ മനസ്സിന് അടിമപ്പെട്ടു പോയ മനുഷ്യനാണ്. നിരാശയുടെ ആഴക്കടലിൽ താണുപോയ മനുഷ്യനാണ്. എന്നാൽ സ്തുതി എന്ന മേലാട, മറ്റൊരു വസ്ത്രം, ദൈവം യേശുവിനെ കണ്ടതുകൊണ്ട് മാത്രം ലഭിച്ച ആ പുത്തൻ ഉടുപ്പിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ഉടുപ്പ് ലഭിച്ചതുകൊണ്ട് ഏത് കൊടിയ സാഹചര്യത്തെയും സ്തോത്രത്തിൽ ജാഗരിക്കുവാൻ, ആമേ സ്തോത്രം, അഭിഷേകത്തിൽ വ്യാപരിപ്പാൻ അതെന്നെ പ്രാപ്തനാക്കി. അതുകൊണ്ട് എന്റെ മേൽ വന്നു മറിഞ്ഞ പ്രതിസന്ധികൾ, എന്റെ ഭാര്യയുടെ മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ, ആമേ സ്തോത്രം, എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇന്ത്യ ഒട്ടാകെ, കേരളം ഒട്ടാകെ യാത്ര ചെയ്ത് 3 വർഷം യാത്ര ചെയ്ത് യേശുവിനെ പ്രസംഗിച്ചത് ഒന്നും എനിക്ക് ഭാരമായി തീരാതെ, ആമേ സ്തോത്രം, സ്തുതി എന്ന മേലാട എന്നിൽ പ്രത്യാശ വർദ്ധിച്ചു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ യേശുവിനെ തന്നെ സേവിക്കുന്നെങ്കിൽ, മടുത്തു പോകാതെ കർത്താവിനെ മുറുകെ പിടിക്കുമെങ്കിൽ, ഞാൻ ചിലരോടെങ്കിലും പറയാം, നമ്മുടെ ചില പ്രാർത്ഥന മാസങ്ങളോളം ദൈവം പ്രതികരിച്ചെന്ന് വരത്തില്ല. ചിലപ്പോൾ നമ്മുടെ ചില പ്രാർത്ഥനകൾ വർഷങ്ങളോളം ഒരു ശബ്ദവും ഒരു പ്രതികരണവും ഉണ്ടായെന്ന് വരില്ല. എന്നാൽ മടുത്തു പോകാതെ നാം യേശുവിനെ മുറുകെ പിടിക്കുന്നെങ്കിൽ, ഇറുകെ പിടിക്കുന്നെങ്കിൽ, വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ആ തമ്പുരാൻ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. ആമേൻ. അവൻ താമസിക്കും തോറും അത് നമ്മുടെ ശ്രേഷ്ഠതകളായി, നമ്മുടെ മഹത്വത്തിനായി, നമ്മുടെ ഉന്നമനത്തിനായി, നമ്മുടെ ഉൾക്കരുത്തിനായി, നമ്മെ പിന്നീട് കരുത്തന്മാരാക്കി ഉപയോഗിക്കേണ്ടതിനായി, നമ്മുടെ സങ്കടങ്ങളെ പോലും മാറ്റി തീർക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് പറഞ്ഞ് ഞാൻ സമയം മുന്നോട്ട് അതിക്രമിച്ചു. പ്രസംഗവും സാക്ഷ്യവും തീർന്നിട്ടല്ല. ഈ വചനങ്ങളാൽ ആമേൻ സകല വിശുദ്ധന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവസരം തന്ന മുഖാന്തരമായ കർത്തൃഭൃത്യന്മാർക്ക് നന്ദിയും വന്ദനവും പറഞ്ഞ് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.